Killer must be killed. കൊലയ്ക്ക് കൊല എന്നത് പ്രാകൃത കാലം തൊട്ടുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്ന് മനുഷ്യൻ പിന്നെ ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ചെയ്തു, പിന്നെ സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചു. അന്നൊക്കെ ഗോത്രങ്ങളായിരുന്നു. ഗോത്രത്തിന് നിയമം ഉണ്ടാക്കി. കാരണം മനുഷ്യൻ അക്രമകാരിയാണ്. മാൻ ഈസ് ഡേഞ്ചറസ് ആൻഡ് വെരി ഫണ്ണി സ്പീഷീസ് മാൻ ഈസ്. അപ്പോൾ മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ നിയമം പാലിക്കുമ്പോൾ, അവരുടെ കൂട്ടത്തിൻ്റെ നിയമം പാലിക്കുമ്പോൾ മനുഷ്യനെ ഇഗ്നോർ ചെയ്യുവാണ്. അപ്പോൾ മനുഷ്യനെ ശിക്ഷിക്കാനായിട്ട് പഴയകാലം തൊട്ടുള്ള നിയമങ്ങൾ, പ്രാകൃത കാലം തൊട്ട് നിയമം ഉണ്ടായി. ചിലതൊക്കെ നമുക്ക് പ്രാകൃതമാണെന്ന് തോന്നുമെങ്കിലും അത് മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ പ്രപിതാക്കന്മാരുണ്ടാക്കിയ നിയമമാണ്. സോ കില്ലർ മസ്റ്റ് ബി കിൽഡ്. ഇവിടെ വിഷയം അതല്ല. ഇൻ ദ ഫ്യൂച്ചർ വി ആർ ഗോയിങ് ടു ഡു ദ പ്ലാനറ്റ് ഹണ്ടിങ്, ഗ്രഹാന്തര യാത്ര. അത് ഇപ്പോൾ നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ നടക്കാത്തതിന് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സ്പീഡി സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്പീഡി സ്പേസ് ക്രാഫ്റ്റ് വേണം. ദാറ്റ് മീൻസ് സെക്കൻഡ് ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ പകുതി സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റ് വേണം. അതിന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത സോളാർ സിസ്റ്റത്തിൽ നമുക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ എനി അതർ സോളാർ സിസ്റ്റം ഇൻ അവർ ഗാലക്സി അവിടെ ലൈഫ് കാണാം. ദാറ്റ് ലൈഫ് സംടൈംസ് ദേ ആർ എൽഡർ ദാൻ എസ് ഓർ ദേ ആർ യങ്ങർ ദാൻ എസ്. നമ്മളെക്കാട്ടി ഒരുപക്ഷെ അത് ചെറുപ്പമായിരിക്കും അല്ലെങ്കിൽ പഴക്കമായിരിക്കും. അപ്പോൾ അവിടെ ഹ്യൂമൻ സ്പീഷീസോ അല്ലെങ്കിൽ സിമിലർ ടു ഹ്യൂമാനിറ്റി ഹ്യൂമൻ സ്പീഷീസ്, മനുഷ്യനോട് സാമ്യമുള്ള തരത്തിലുള്ള ജീവികളും അവിടെ സംസ്കാരങ്ങളൊക്കെ അവിടെ കാണും. ഏതായാലും in the future motivate our generation, grandson, and in the future if we are traveling the planet hunting, we can find so many planets, habitable planet. In that habitable planet there will be species similar to human, and there will be civilization, and that human mankind, that kind of the people or the civilization not fit for us, never leave that country, never leave that planet. അത്തരത്തിലുള്ള പ്ലാനറ്റുകൾ നമ്മൾ താമസിക്കാൻ പാടില്ല. അതായത് വരും കാലങ്ങളിൽ നമ്മുടെ തലമുറകൾ സഞ്ചരിച്ച് എത്തുന്ന പ്ലാനറ്റുകളിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാടാണെങ്കിൽ അവിടുത്തെ ജനസമൂഹങ്ങൾ അല്ലെങ്കിൽ അവർ മനുഷ്യരെ പോലത്തെ ജനസമൂഹങ്ങൾ അവർ സിവിലൈസ്ഡ് അല്ല എങ്കിൽ ആ പ്ലാനറ്റിൽ സഞ്ചരിക്കാൻ പാടില്ല. then they can find to another planet. That's why. So പ്ലാനറ്റ് ഹണ്ടിങ് റിക്വയർഡ്, ഗ്രഹാന്തര യാത്ര ആവശ്യമാണ്. അത് വരും തലമുറകളിൽ ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 15-ാം നൂറ്റാണ്ട് വരെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ അറിയില്ലായിരുന്നു. 15-ാം നൂറ്റാണ്ട് വരെ until 15th century the people, especially Europeans, they believed earth was flat. ഭൂമി പരന്നതാണ് എന്ന് ധരിച്ചിരുന്ന യൂറോപ്യന്മാർ. 15-ാം നൂറ്റാണ്ടിൽ ക്യാപ്റ്റൻ മെഗല്ലനാണ് ഇന്ത്യ കണ്ടെത്താൻ യാത്രയാവുകയും അദ്ദേഹത്തിൻ്റെ വൈസ് ക്യാപ്റ്റൻ തിരിച്ചെത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് ഭൂമി ഉരുണ്ടതാണെന്ന് യൂറോപ്യന്മാർ അംഗീകരിച്ചത്. അതിനുശേഷം ഒരുപാട് രാജ്യങ്ങൾ യൂറോപ്യന്മാർ കീഴടക്കി. ദെൻ നൗ വി നോ അവർ എർത്ത് ഈസ് ഗ്ലോബ്. ഒരുപാട് രാജ്യങ്ങൾ ഇന്നുണ്ട്. ഇത്തരത്തിൽ ഫ്യൂച്ചറിലാണ് നമ്മളുടെ ഗാലക്സിയിൽ അറ്റ്ലീസ്റ്റ് ട്രില്യൺ ഗാലക്സീസ്, ലക്ഷം കോടി ആകാശഗംഗകൾ. അതിൽ നമ്മളുടെ ഗാലക്സി, ഇതിൽ ഈ മിൽക്കി വേ, ക്ഷീരപഥം എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സിയിൽ തന്നെ 200 കോടി സൂര്യന്മാരുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ദാറ്റ് മീൻസ് അവർ സൺ ഈസ് 1 സ്റ്റാർ. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റം വിട്ട് വീണ്ടും പ്ലാനറ്റ് ഹണ്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയിലുള്ള ജനങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് വി നീഡ് ടു ഇൻവെസ്റ്റ് മണി, വി നീഡ് ടു ഡെവലപ്പ് അവർ സയൻസ് ആൻഡ് ടെക്നോളജി, ദാറ്റ് വി നീഡ് പീസ്. ഭൂമിയിൽ സമാധാനം വേണം. What things destroy the peace? Overpopulation. So we need global birth control for a sustainable world. Please hope we will do the planet hunting. Thank you. I'm Kashman Sarbhardi, environmentalist. Your flight is now ready for boarding. Killer must be killed. കൊലയ്ക്ക് കൊല എന്നത് പ്രാകൃത കാലം തൊട്ടുള്ളതാണ്. പരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു മനുഷ്യൻ ഹണ്ടിങ് ആൻഡ്
awareness and very funny species man is. അപ്പോൾ മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ നിയമം പാലിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൻ്റെ നിയമം പാലിക്കുമ്പോൾ മനുഷ്യൻ ഇഗ്നോർ ചെയ്യുവാണ്. അപ്പോൾ മനുഷ്യനെ ശിക്ഷിക്കാനായിട്ട് പഴയകാലം തൊട്ടുള്ള നിയമങ്ങൾ പ്രാകൃത കാലം നിയമം ഉണ്ടായി. ചിലതൊക്കെ നമുക്ക് പ്രാകൃതമാണെന്ന് തോന്നുമെങ്കിലും അത് മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ പ്രപിതാക്കന്മാരുണ്ടാക്കിയ നിയമമാണ്. സോ കില്ലർ മസ്റ്റ് ബി കിൽഡ്. ഇവിടെ വിഷയം അതല്ല. ഇൻ ദ ഫ്യൂച്ചർ വി ആർ ഗോയിങ് ടു ഡു ദ പ്ലാനറ്റ് ഹണ്ടിങ്, ഗ്രഹാന്തര യാത്ര. അത് ഇപ്പോൾ നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ നടക്കാത്തതിന് കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ സ്പീഡി സ്പേസ് ക്രാഫ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്പീഡി സ്പേസ് ക്രാഫ്റ്റ് വേണം. ദാറ്റ് മീൻസ് സെക്കൻഡ് ഇൻ 1 സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ പകുതി സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റ് വേണം. അതിന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത സോളാർ സിസ്റ്റത്തിൽ നമുക്ക് എത്തിച്ചേരാനോ അല്ലെങ്കിൽ എനി അതർ സോളാർ സിസ്റ്റം ഇൻ അവർ ഗാലക്സി അവിടെ ലൈഫ് കാണാം. ദാറ്റ് ലൈഫ് സംടൈംസ് ദേ ആർ എൽഡർ ദാൻ എസ് ഓർ ദേ ആർ യങ്ങർ ദാൻ എസ്. നമ്മളെക്കാട്ടി ഒരുപക്ഷെ അത് ചെറുപ്പമായിരിക്കും അല്ലെങ്കിൽ പഴക്കമായിരിക്കും. അപ്പോൾ അവിടെ ഹ്യൂമൻ സ്പീഷീസോ അല്ലെങ്കിൽ സിമിലർ ടു ഹ്യൂമാനിറ്റി ഹ്യൂമൻ സ്പീഷീസ് മനുഷ്യനോട് സാമ്യമുള്ള തരത്തിലുള്ള ജീവികളും അവിടെ സംസ്കാരങ്ങളൊക്കെ അവിടെ കാണും. ഏതായാലും in the future motivate our generation grandson